ഉറപ്പായിട്ടും. കാരണം ഇത്ര ചതുപ്പ് പ്രദേശമായ ഈ സ്ഥലം ഉപയോഗശൂന്യമാണ് എന്ന് അന്ന് തന്നെ, ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ കേരള നിയമസഭയിൽ ഈ നിയോജകമണ്ഡലത്തിലെ MLA ആയ ശ്രീ മമ്മൂട്ടി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, ഞങ്ങൾ പ്രതിപക്ഷ സംഘടനകളൊക്കെ അന്ന് പറഞ്ഞിട്ടും അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ ഈ ഭൂമിയിൽ നിർമ്മാണം നടക്കും, ഒരു കുഴപ്പമുള്ള ഭൂമിയല്ല, ഇത് കോൺഗ്രസും ലീഗും വെറുതെ പറയുന്ന ആക്ഷേപമാണ്, വികസനം മുടക്കുകയാണ് എന്നായിരുന്നു അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീലിൻ്റെ വാദം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിർമ്മാണം നടക്കണ്ടേ, ഒരു കല്ലെങ്കിലും വെക്കണ്ടേ? അപ്പോൾ എന്തിനാണ് ഈ 35,000 രൂപയ്ക്കാണ് ഇദ്ദേഹത്തിൻ്റെ, ഞങ്ങൾ ആളെ നേരെ മാധ്യമങ്ങളുടെ മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 2 ഏക്കർ 85 സെൻറ്റ് സ്ഥലമല്ലേ വാങ്ങിയത്? 2 ഏക്കർ 85 സെൻറ്റ് സ്ഥലം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. അദ്ദേഹം വിറ്റത് 35,000 രൂപയ്ക്ക്. 8-10 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഭൂമി, ഈ കച്ചവടം നടക്കുന്നത് ഈ 2019 പണം കൊടുത്തത് 2016 ഇതിൻ്റെ ഈ സർക്കാർ വന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് ഇത് ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പ് 2016 തൊട്ട് മുമ്പ് 2016 തുടക്കത്തിലോ മറ്റോ ആണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 35,000 രൂപയ്ക്ക് വാങ്ങിയത്. 2016 അദ്ദേഹം അവരെ അന്ന് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ലില്ലീസിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സർക്കാരിന് കൊടുക്കുന്നു. രജിസ്റ്റർ ചെയ്യുന്നതൊക്കെ സർക്കാരുമായിട്ട് നെഗോഷിയേഷൻ നടക്കുന്ന ആ സമയത്താണ്. രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. കാരണം അവരാണല്ലോ സർക്കാർ രജിസ്റ്റർ ചെയ്യുന്നത്. കാരണം അവർക്ക് പണം, വൈറ്റ് പണവും കിട്ടണം. അവരെ സംബന്ധിച്ചിടത്തോളം അധിക വില കിട്ടിയെന്ന് മാത്രമല്ല, 17,65 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്, സർക്കാർ കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് വൈറ്റ് മണിയായി കിട്ടി, ആ സൗകര്യം ചെയ്തു കൊടുത്തു. 35,000 ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. ഉറപ്പായിട്ടും, എന്താ സംശയം? കള്ളപ്പണമിടപാട് നടന്നല്ല, അവരുടെ പണം വെളുപ്പിക്കാനുള്ള സാഹചര്യവും സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുത്തു. എന്താ സംശയം? അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, അദ്ദേഹം എന്തിന് ഈ ചതുപ്പ് പ്രദേശം വാങ്ങി? ഇദ്ദേഹത്തെ പോലെയുള്ള സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് 35,000 രൂപയ്ക്കും 2,000 രൂപയ്ക്കും ഒക്കെ വാങ്ങിയ ഭൂമി എന്തിനാണ് സംസ്ഥാന സർക്കാർ 1,60,000 വാങ്ങിയത്? മാത്രവുമല്ല, UDF ഏറ്റെടുത്തിട്ടില്ല. ഇല്ലില്ല. അന്ന് ഉദ്യോഗസ്ഥന്മാർ പല സ്ഥലങ്ങളും കണ്ടിരുന്നു. അന്ന് ബെഞ്ചുമാർക്കിൻ്റെ ഒരു സ്ഥലം, ബെഞ്ചുമാർക്ക് സ്കൂള്, അവർ സംസ്ഥാന സർക്കാരിനോട് രേഖാമൂലം പറഞ്ഞു. ആദവനാട് വേറെ സ്ഥലം കണ്ടിരുന്നു. ബെഞ്ചുമാർക്കിൻ്റെ സ്ഥലം അന്ന് അവരാവശ്യപ്പെട്ട തുക തന്നെ 1,20,000 അപ്പോൾ അന്ന് അവർ പറഞ്ഞു അതത്ര നല്ല സ്ഥലമല്ല. 52 സ്കൂൾ ബസ്സുകൾ ഡെയിലി പോകുന്ന സ്ഥലം, അവർ പറഞ്ഞു റോഡിന് അത്ര വീതിയില്ലാന്ന്. 52 സ്കൂൾ ബസ്സുകൾ ഡെയിലി പോകുന്ന ബെഞ്ചുമാർക്കിൻ്റെ സ്ഥാപനം അവർ ചോദിച്ചത് 1,20,000. നെഗോഷിയേറ്റ് ചെയ്താൽ പിന്നെയും കുറയും. ആദവനാട് വേറെ ഭൂമി, നിർമ്മാണ യോഗ്യമായ ഭൂമി, കുറഞ്ഞ വിലക്ക് സർക്കാരിന് കൊടുക്കാമെന്ന് പറഞ്ഞത്, അതൊന്നും ഏറ്റെടുക്കാതെ UDFന്റെ കാലത്ത് ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥലങ്ങളെല്ലാം പ്രപ്പോസലായി പറഞ്ഞിരുന്നു. UDF ഒരു സ്ഥലവും ഏറ്റെടുത്തിട്ടില്ല. പിന്നീട് മാറി വന്ന സർക്കാർ ദ്രുതഗതിയിൽ ഇവരുമായി ചർച്ച നടത്തി. അതും ഇതിൻ്റെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട്, അതായത് ലാൻഡ് അക്വിസിഷൻ ആക്ടിലെ വകുപ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇവരുമായി ഒരു നെഗോഷിയേഷൻ നടത്തി. അവർ 1,70,000 ചോദിച്ചു, സർക്കാർ 1,60,000 കൊടുത്തു. ചോദിച്ചു തന്നെ ഇതൊക്കെ നേരത്തെ ധാരണയാക്കിയതാണ് 1,60,000. അപ്പോൾ 1,70,000 വെറുതെ 1,70,000 ചോദിച്ചു.